ഇതിപ്പോ ഒരുപാട് വർഷമായിട്ട് തുടർന്ന് വരുന്നതാണല്ലോ ഈ കൂട്ടമായിട്ടുള്ള രാമായണം. ഏകദേശം എത്ര കുടുംബങ്ങൾ ഇപ്പോ ഇതിൽ പങ്കാളികളാവലുണ്ട്? ഇതിപ്പോ കാലടിയിൽ പിന്നെ മഹാദേവ ക്ഷേത്രത്തിലെ വനിതാ സമിതി നടത്തുന്ന ഒരു രാമായണ പാരായണമാണ് ഇന്നിപ്പോൾ കാലടി സൗത്തിൽ നടക്കുന്നത്. പക്ഷേ ഇവരിത് 5 വർഷമായിട്ട് നടത്തുകയാണ്. ഈ 5 വർഷമാകുമ്പോഴത്തേക്ക് 31ാമത്തെ ദിവസം പിന്നെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പട്ടാഭിഷേകം നടത്തുന്നു. ബാക്കി 30 ദിവസവും വീടുകളിലാണ്. അപ്പോൾ 5 വർഷമായിട്ട് നമ്മൾ നടത്തുമ്പോൾ 150 വീടുകളിൽ രാമസന്ദേശവും രാമധർമ്മവും രാമമന്ത്രവും അവിടെ എത്തിക്കുകയാണ്. രാമ എന്നീ 2 അക്ഷരങ്ങളില്ലാത്ത ഒരു വരി പോലും രാമായണത്തിലില്ല. അത്രയ്ക്ക് അത് സകലതും രാമമന്ത്രമാണ്. അതിലെല്ലാ വരികളും രാമനെ സ്തുതിക്കുന്നതാണ്. അത്രമാത്രം പരിശുദ്ധമായ ഒരു ഗ്രന്ഥം ഈ 150 വീടുകളിൽ എത്തിക്കുവാൻ കഴിഞ്ഞത് തന്നെ ഇവിടുത്തെ വനിതാ സമിതിയുടെ ഒരു അവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ആ രാമതത്വം എല്ലായിടത്തും എത്തുകയാണ്. ഇപ്പം പഴയതുപോലെ അല്ല. ഇപ്പോൾ ഈ 150 വീടുകളിലൂടെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും അധ്യാത്മ രാമായണം വാങ്ങിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓരോ പാരായണ സമയത്തിനും അവർ ബുക്ക് നോക്കുന്നു, അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് സംശയങ്ങൾ ഉണ്ടായി വരുന്നു. ആ സംശയങ്ങൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്നു. ഇങ്ങനെ രാമൻ്റെ പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് എല്ലാവർക്കും നേടി അവരവരുടെ കുടുംബത്തെയും പിന്നെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാനും സഹോദര സ്നേഹവും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരോടുള്ള അവരുടെ ബഹുമാനവും ആദരവും ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. നാരദമുനിയെ കാണുമ്പോഴത്തേക്ക് മഹാവിഷ്ണുവായിട്ട് ശ്രീരാമൻ നാരദമുനിയെ സ്വീകരിക്കുന്നു. ഇത് ഈ കൂട്ടായ രാമായണ പാരായണം നടത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ഒരുക്കങ്ങളുണ്ടോ? ഇത് ഭഗവാന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പടം വേണം. ഒരു വീട് ശുദ്ധമായിരിക്കണം. ആ വീട്ടിൽ രാമായണം വായിക്കുന്ന ദിവസത്തിൽ അന്ന് മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം മത്സ്യമാംസാദികൾ ഉപയോഗിച്ചിരുന്നാലും കുളിച്ചിട്ട് വായിക്കാം. പക്ഷേ മത്സ്യമാംസാദികൾ പിന്നെ പാകം ചെയ്ത വീട്ടിൽ കുട്ടികൾ ആഹാരം കഴിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് പിന്നെ വിശക്കുമ്പോഴത്തേക്ക് അവർക്ക് കഴിക്കേണ്ടി വരും. അപ്പോഴെല്ലാം ഈ മോശമായ ഈ ഭക്ഷണത്തിൻ്റെ ആ മണവും ഇതുമെല്ലാം നമ്മുടെ രാമപൂജയ്ക്ക് തടസ്സമാകും. അതുകൊണ്ട് രാമായണം വായിക്കുന്ന വീടുകളിൽ അന്ന് എല്ലാവരും വെജിറ്റേറിയൻ ആവുകയും രാമന് ഇരിക്കാനായിട്ടുള്ളൊരു ശുദ്ധമായ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തുകയും അവിടെ നമ്മൾ കിഴക്കോട്ടോ വടക്കോട്ടോ പടം വെച്ച് നമ്മുടെ കയ്യിലുള്ള ആ സാധനങ്ങൾ വെച്ച് പൂജ ഹാരമെങ്കിൽ ഹാരം, പൂക്കളെങ്കിൽ പൂക്കൾ, ഭഗവാൻ എല്ലാം ഭഗവാൻ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഭഗവാന് നമ്മൾ പാൽപ്പായസം വേണമെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിവേദ്യങ്ങൾ വേണമെന്നോ എന്നൊന്നും അദ്ദേഹത്തിനില്ല. ശുദ്ധമായ ഒരു വെള്ളമാണ് തുളസി ഇലയിട്ട് വച്ചാൽ തന്നെ അദ്ദേഹത്തിന് അത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നൊരുക്കങ്ങളായിട്ട് ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി. പടം വേണം, അതിനുള്ള പൂജിക്കാനുള്ള പൂക്കൾ വേണം, നിവേദ്യത്തിന് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ശുദ്ധജലം വേണം. പിന്നെ മനസ്സ്, ഭഗവാനോട് നമ്മളെല്ലാവരും ചേർന്നിരിക്കാനുള്ള ആ മനസ്സും കൂടെ ഉണ്ടായാൽ ശ്രീരാമ പൂജയ്ക്കുള്ള എല്ലാ വിഭവങ്ങളും പൂർത്തിയായി. അത്രയും.